നമ്മൾ വിപ്രോ എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിപ്രോ ശരിക്കും ഇന്ത്യസ് ഫോർത്ത് ലാർജസ്റ്റ് IT പ്രൊഡ്യൂസർ, IT എക്സ്പോർട്ടറാണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് 1 ഇയറിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30-50% വരെ ലാഭം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 30 മുതൽ 50% ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്റ്റോക്കായിരുന്നു വിപ്രോ. നല്ല റീസെൻ്റായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. ആ ബോണസിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം വിപ്രോയുടെ ഷെയർ പ്രൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കയറിക്കൊണ്ടേയിരുന്നു. അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ബോണസ് വന്ന സമയത്ത്. പലരും ഈ ബോണസ് കൊടുത്തു കഴിയുമ്പോൾ ഷെയർ പ്രൈസ് താഴെ വരില്ലേ, പിന്നെ എന്തിനാണ് അത് അങ്ങനെ വാങ്ങി വെക്കണത്, ഇങ്ങനെയൊക്കെ ഒരു സംശയം ചോദിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും വിപ്രോ പോലത്തെ പല സ്റ്റോക്കിലും അത് പോസിറ്റീവായിട്ട്, റിലയൻസിൽ പോലും അങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. പലപ്പോഴും ഈ വിപ്രോയുടെ റീസെൻ്റായിട്ട് വന്ന ബോണസിലും അത് വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടാകാനുള്ള കാരണം വിപ്രോയുടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഹിസ്റ്ററി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഈ ബോണസ് കൊടുത്തിരുന്ന ഓഹരികളിലൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് വിപ്രോയാണ്. 1980s ആദ്യമായിട്ട് പബ്ലിക് ഓഫറൊക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബോണസുകൾ കൊടുത്ത സ്റ്റോക്ക് വിപ്രോ ആയിട്ടാണ് നമ്മുടെ അവൈലബിൾ ഇൻഫർമേഷൻ ഉള്ളത്. അപ്പം ഇപ്പോഴും 300+ റേഞ്ചിൽ നിൽക്കുന്നത്. അതിൻ്റെ 200-ന് താഴെ 200-നോട് അടുത്തായിരുന്നു അതിൻ്റെ 1 ഇയർ ലോ നോക്കി കഴിഞ്ഞാലുണ്ട്. അത് ബോണസിന് ശേഷമുള്ള സ്പ്ലിറ്റിന് ശേഷമുള്ള റേറ്റാണ് പറയുന്നത്. അപ്പം 40-50% അടുത്ത് ലാഭം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വിപ്രോ എന്നൊരു സ്റ്റോക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിനൊരു ഓപ്പർച്യൂണിറ്റി, കാര്യം ഈ മാർക്കറ്റിൽ ഇറക്കം വന്ന സമയത്തും ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നവംബറിൽ മാർക്കറ്റ് താഴോട്ട് പോയി, ആ സമയത്തും വിപ്രോ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ. അതുപോലത്തെ വേറെ പല സ്റ്റോക്സ് ഉണ്ട്. 3 ലക്ഷം കോടിക്ക് മുകളിൽ വാല്യൂഷനുള്ള, ഗ്രോസ് വാല്യൂഷനുള്ള കമ്പനിയാണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി. ഇന്ത്യയിലെ 4ാമത്തെ ലാർജസ്റ്റ് IT പ്രൊഡ്യൂസറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ബോണസ് കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. എല്ലാ കമ്പനികളെ എടുക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ IT മാത്രമല്ല, ആസ് എ ഹോൾ ഈ എല്ലാ കമ്പനികളുടെയും ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ബോണസ് കൊടുത്തിട്ടുള്ളതും വിപ്രോ എന്ന് പറയുന്ന കമ്പനിയായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതൊരു പോസിറ്റീവ് സൈൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. സ്റ്റിൽ ഞാനും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതൊന്നും റെക്കമെൻഡേഷനോ സജഷനോ ഒന്നും അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്താതെ ഒരു പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുന്നൊരു സ്റ്റോക്കിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരെ കാണാറുണ്ട്. എന്നാൽ എത്ര ദിവസം ആ ഒരു മൊമെൻ്റം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോങ് ടൈമിൽ വെയിറ്റ് ചെയ്താൽ, ലോങ് ടൈം എന്ന് പറയുക എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിക്കും. അത് ഇറ്റ് ക്യാൻ ബി എബോവ് 1 ഇയർ, 1 വർഷത്തിന് മേലെ ഉള്ള പീരീഡ് ഈ പറഞ്ഞ ലോങ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം 1 ഇയർ ആവാം, 2 ഇയേഴ്സ് ആവാം, 3 ഇയേഴ്സ് ആവാം. എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി നോക്കില്ലല്ലോ FD എത്ര രൂപയായി, ബാങ്കിൽ വിളിച്ച് ചോദിക്കില്ലല്ലോ നമ്മൾ FD ഇട്ടത് എത്ര രൂപയായി എന്ന്. എന്നാൽ സ്റ്റോക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഈക്വിറ്റി റിലേറ്റഡ് അല്ല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം എല്ലാ ദിവസവും പോയി നോക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനത്തെ ഒരു ശീലം മാറ്റി വയ്ക്കുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുക, ആ റിവാർഡ് നമുക്ക് കിട്ടും. അതാണ് അതിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IT ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകളിൽ ഒരെണ്ണമായിട്ട് നമുക്ക് വിപ്രോനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്.